മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് അറിയണ്ടേ? ആദ്യം പൊടി കുഴച്ചെടുക്കുക, എന്നിട്ട് അത് ഉരുളകളാക്കി എടുക്കുക. ഗോതമ്പ് പൊടി ഉപ്പും വെള്ളവും ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കത് ഒരു ചപ്പാത്തി മേക്കറയിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് അത് ചപ്പാത്തിയാക്കി എടുക്കാം. ഓല് പരത്തി കൊടുക്കാം. അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിനൊത്തൊരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ഉണ്ടോ? നമുക്ക് ഏത് രീതി വേണമെങ്കിലും അതാക്കിയെടുക്കാം. എന്നിട്ട് ചൂടോട് നമുക്ക് ഒരു കറി ഉണ്ടാക്കി കഴിക്കാം. ഞാൻ മത്തി കറി വെച്ച്, കണ്ടോ? മത്തിക്കറി ചപ്പാത്തി. നമുക്ക് അടുത്തതും അതുപോലെ തന്നെ പരത്തി കൊടുക്കാം. നമുക്കത് എന്നിട്ട് നല്ല മത്തിക്കറിയും കൂട്ടി കഴിച്ചു നോക്കാം. മത്തിക്കറി ചപ്പാത്തി കഴിച്ചു നോക്കാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി. മത്തിക്കറി ചപ്പാത്തി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ഒരു ചപ്പാത്തി മേക്കർ മേടിച്ചാൽ മതി, പെട്ടെന്ന്. കണ്ടോ? നല്ല നല്ല സൂപ്പർ ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. മത്തിക്കറി ചപ്പാത്തി. പരത്തി ആരും ബുദ്ധിമുട്ടണ്ട. ഇതൊരു ചപ്പാത്തി മേക്കർ മേടിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം. നല്ല മത്തിക്കറി അല്ലോ.